മിസ്റ്റർ ട്രംപ്, ഇതോ നിങ്ങളുടെ രക്ഷാപ്രവർത്തനം. പെൺകുഞ്ഞുങ്ങളുടെ കുഴിമാടങ്ങളുടെ ചിത്രം പങ്കുവച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറാഖ്ചിയുടെ ചോദ്യം. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇറാനിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലോകത്തെ മുഴുവനും കരയിപ്പിച്ചൊരു ചിത്രമുണ്ട്. 160 പെൺകുട്ടികൾക്കൊരുക്കിയ ഒരു ഖബറിൻ്റെ ചിത്രം. ഇറാനിലെ ഒരു സ്കൂൾ ശനിയാഴ്ച ദിവസം രാവിലെ, ആ യുദ്ധം തുടങ്ങുന്ന രാവിലെ, അന്നൊരു രാവിലെ ക്ലാസ് തുടങ്ങുമ്പോഴാണ് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മുകളിൽ ഇസ്രയേലിൻ്റെ ബോംബ് വന്ന് വീണത്. 160 പെൺകുട്ടികളും ആ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആ കുട്ടികൾ എന്ത് തെറ്റാണ് ചെയ്തത്? ആ 160 കുട്ടികളെ കൊന്ന ഇസ്രയേലിനും അമേരിക്കക്കും അതിനു വേണ്ടിയിട്ട് പിന്തുണക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലും കൂടി ഉണ്ട് എന്നറിയുമ്പോഴാണ് ആ 160 കുട്ടികളെ ഖബറടക്കാൻ വേണ്ടി JCB ഉപയോഗിച്ച് ഖബറൊരുക്കിയിട്ട് ആ ഖബറിൻ്റെ ചിത്രമായിരുന്നു ഇറാൻ പുറത്തുവിട്ടത്. ലോകത്തെ മുഴുവനും കരയിപ്പിച്ചൊരു ചിത്രം. 160 പെൺകുട്ടികൾ പൂക്കൾ ചിതറിയ പോലെയാണത്രേ തകർന്നു പോയത്. ആ സ്കൂളിലെ ബെഞ്ചും ഡെസ്കും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കാലുകളായും കൈകളായിട്ടും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന പൂക്കൾ പോലെയുള്ള പെൺകുട്ടികൾ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാടോ സ്വർഗം കൊടുക്കുക? ആ പിഞ്ചു മക്കളെ കൊന്ന ഇസ്രയേലിനും അമേരിക്കക്കും കർമ്മ എന്ന് പറയുന്നൊരു സാധനമല്ലേ? പടച്ച റബ്ബിൻ്റെ ശിക്ഷ കിട്ടാതെ അവർ പോകുമോ? ഈ രംഗം കണ്ടിട്ടും ഇനിയും ഇസ്രയേലിനെയും അമേരിക്കയും പിന്തുണക്കുന്ന കാപാലികൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഇത്രയും യുദ്ധക്കുറ്റം ലോകത്തെ ഇസ്രയേലില്ലാതെ വേറെ ആരാ ചെയ്തിട്ടുണ്ടാവുക? ഗാസയിലാണെങ്കിലും ഇങ്ങനെ തന്നെ അവർക്ക് കുഞ്ഞുങ്ങളെ കൊല്ലുന്നതൊരു ഹോബിയാണ്. ആ കുഞ്ഞുങ്ങളെ കബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ മാലാഖമാർ പോലും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. കാരണം ആ കുട്ടികൾ എന്ത് തെറ്റാ ചെയ്തത്? പതിവ് പോലെ സ്കൂളിലേക്ക് പോയ കുട്ടികൾ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നീണ്ട വർഷങ്ങളോളം കരയുദ്ധം നടത്തി, ഇറാഖുമായിട്ട് കരയുദ്ധം നടത്തിയിട്ട് അനുഭവ സമ്പത്തുള്ള നാടാ ഇറാൻ. ഇറാനെ കരയുദ്ധം കൊണ്ട് അങ്ങനെ തോൽപ്പിക്കാൻ പറ്റൂല. പിന്നെ ഇറാനിലൊരു ഭൂചലനം ഉണ്ടായി എന്നൊക്കെ വാർത്ത ഉണ്ടായിരുന്നു. എനിക്കൊരു ബലമായ സംശയം ഇവർ അണുവായുധം പരീക്ഷിച്ചതാണോ എന്നുള്ളതാണ്. ഇവരുടെ കയ്യിൽ അണുവായുധം ഉണ്ട് ശരിക്കും. ഈ ഇസ്രയേലിൻ്റെ കയ്യിലും അണുവായുധം ഉണ്ടല്ലോ, അവർ പരസ്യമായിട്ട് സമ്മതിക്കൂല. പക്ഷെ അവരുടെ കയ്യിൽ അണുവായുധം കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിനെ പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ആ സയൻറ്റിസ്റ്റിനെ ഇവർ വീട്ടു തടങ്കലിലാക്കി കാണപ്പെടും. ഞാൻ അതിനെക്കുറിച്ച് സുപ്രഭാതത്തിൽ പണ്ടൊരു ഫീച്ചർ ചെയ്തിരുന്നു. ആ വിളിച്ചു പറഞ്ഞ ആളെ മുസാദ് ഏജൻറ്റുമാർ വന്ന് തടവിലാക്കിയിട്ട് ഇസ്രയേൽ നിയമപ്രകാരം അവരുടെ വലിയൊരാളെ കൊല്ലാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്, അവർ നിയമം അനുവദിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ കയ്യിലും അണുവായുധമുണ്ട്. എന്താ ഇന്ത്യക്കെതിരെ തിരിയാത്തത്? ഇന്ത്യയുടെ കയ്യിൽ അണുവായുധമുണ്ട്. പാകിസ്ഥാനെ നേരെ തിരിയാതെന്ന് പാകിസ്ഥാൻ്റെ കയ്യിൽ അണുവായുധമുണ്ട്. ഇപ്പോൾ അണുവായുധമുണ്ടെങ്കിൽ പേടിയാണ്. ഈ പേടി തീർക്കാനാണ് ഇറാനി അണുവായുധം ശേഖരിച്ചത്. ഒരു ബലമായ സംശയമായിട്ട് പല ആളുകളും അത് എഴുതിയിരുന്നു. ഇറാൻ എങ്ങാനും അണുവായുധ പരീക്ഷണം നടത്തിയതാണോ? ആയത്തുല്ലാഹി ഖുമൈനിക്കൊരു നിയമം ഉണ്ടായിരുന്നു. അവർ പറയുന്ന അണുവായുധം നിർമ്മിക്കൽ ഹറാമാണ്, നമ്മളത് ചെയ്യേണ്ട. പക്ഷെ അണുവായുധത്തിൻ്റെ ഒരു ശേഷി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അണുവായുധം നിർമ്മിക്കാനും പ്രയോഗിക്കാനും തടസ്സം ഉണ്ടായിരുന്ന ആയത്തുല്ലാഹി ഖുമൈനിയാണ്. അദ്ദേഹം ഇല്ലാതായതോടെ ഏത് വിധേനയും ഒരു അണുപരീക്ഷണം നടത്തിയിട്ട് വേണമെങ്കിൽ അണുവായുധം പ്രയോഗിക്കാനാണോ ഇറാൻ്റെ നീക്കം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഔദുബില്ല, അല്ലാഹു കാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ലോകം മുഴുവനും തകരും. ഇതൊരു 3ാം ലോക മഹായുദ്ധമായിട്ട് മാറും. നമ്മൾ ഈ പറയുന്ന ചിരിക്കലും കളിക്കലും നമ്മുടെ എല്ലാ ജീവിതങ്ങളുടെയും ഇല്ലാതാവും. ഇത് മുഴുവനും കിടക്കുന്നത് ഈ പശ്ചിമേഷ്യയിലാണല്ലോ. എല്ലാ തർക്കങ്ങളുടെയും യുദ്ധത്തിൻ്റെയും വെറുതെ അല്ല ഹദീസിലൊക്കെ പറയുന്നത്. എല്ലാത്തിൻ്റെയും ഒരു മോചകൻ വരിക പശ്ചിമേഷ്യയിലാണ്. കാരണം എല്ലാ പ്രശ്നങ്ങളും വരുന്നിടത്താണല്ലോ ഒരു വിമോചകൻ വേണ്ടി വരിക. യൂറോപ്പിലും അവിടെയൊന്നും അല്ല പ്രശ്നം. ഇത് മതാണ് പ്രശ്നം. ഇസ്രയേലിന് അവരുടെ ഗ്രേറ്റ് ഇസ്രയേൽ എന്നൊരു പദ്ധതിയുണ്ട്. അതായത് മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടൽ കടന്നിട്ട് വന്ന സ്ഥലം സൗദി അറേബ്യയാണ്. അപ്പോൾ ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ അടങ്ങുന്നൊരു വിശാലമായ ഇസ്രയേൽ രാജ്യം. അതിനുവേണ്ടി ഇപ്പോൾ അവർ ചെയ്യുന്നൊരു രീതി ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ഇറാനുമായിട്ട് തെറ്റിക്കാം. ഇറാൻ സത്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് അയക്കുന്ന ഡ്രോണുകൾ വലിയ മാരകശേഷിയില്ലാത്ത ഡ്രോണുകളാണ്. ഇപ്പോൾ ഗൾഫിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഗൾഫിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഗൾഫുകാർക്കറിയാം, ഇവിടെ നാട്ടിലെ ചാനലിൽ കാണുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഗൾഫിലില്ല. അതായത് മുൻപത്തെ പ്രശ്നത്തേക്കാൾ അപേക്ഷിച്ച് വളരെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റാഹത്താവട്ടെ, ദിവസങ്ങൾക്കകം എല്ലാം റാഹത്താവും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗൾഫിലിരുന്നിട്ട് ഇറാനെ പിന്തുണച്ചാൽ പണി കിട്ടും. ഇപ്പോൾ ഈ അടുത്ത് ഒരുപാട് പ്രവാസികളെ ബഹ്റൈനിൽ അറസ്റ്റ് ചെയ്തു, കുവൈറ്റിൽ അറസ്റ്റ് ചെയ്തു. UAEയും സൗദി അറേബ്യയൊക്കെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും ഇവിടുത്തെ വീഡിയോ നിങ്ങൾ പുറത്തുവിടരുത്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ തോന്നിയ പോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട രാജ്യമല്ല. ഗൾഫുകാർ നല്ല ശ്രദ്ധിക്കുക.
ബഹ്റൈനിൽ 10-13 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കാരണം ബഹ്റൈനിൽ ഒരുപാട് പേര് ഷിയാക്കളുണ്ട്. ഷിയാക്കൾ കൂടിയ അളവുള്ള രാജ്യമാണ് ബഹ്റൈൻ. പക്ഷെ ഭരിക്കുന്നത് സുന്നികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ബഹ്റൈനിലുള്ള കുറേ ആളുകൾ എന്ത് ചെയ്തു, ഇറാനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് അന്നം തരുന്നൊരു രാജ്യമാണല്ലോ, ആ രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. കുവൈത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ ഈ ഷിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ കഥ അറിയാതെ പലരും ഓരോന്നും വിളിച്ചു പറയാം ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യം മുതലാക്കിയിട്ട് ഇറാൻ ഒരു അണുവായുധ പരീക്ഷണം നടത്തിയതാണോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇതങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഇസ്രായേലിൻ്റെ കയ്യിലതുണ്ട്, അമേരിക്കയുടെ കയ്യിലതുണ്ട്. ഇതിനൊരു എത്തിക്സ് ഒന്നും ഇല്ലാത്ത ആളുകളാണ് യുദ്ധം ചെയ്യണത്. ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാനും ഒരു തരത്തിലും എന്താ പറയുക, നിയമത്തിൻ്റെ ഒരു ഇതും ഇല്ലാത്ത ഒരു ഇസ്രായേൽ എന്നൊരു രാജ്യത്തിനെ എങ്ങനെ നമ്മൾ അംഗീകരിക്കുക? ഈ 160 കുഞ്ഞുങ്ങൾ അള്ളാഹു അവർക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമ്മുടെ നാട്ടിൽ കുറേ ആളുകളുണ്ട്, ആയത്തുല്ലാ ഖുമൈനി കാബ തകർക്കാൻ പോയ എൻ്റെ പാർട്ടിക്കാരനാണ്, ഷിയാക്കളാണ്, അതാണ് ഇതാണ്. നമ്മളതൊന്നും ചിന്തിക്കണം. അതൊക്കെ അള്ളാഹു കൊടുത്തോളൂടോ. അള്ളാഹു തീരുമാനിക്കുന്നതല്ലേ സ്വർഗവും നരകവും. ആ ഒരു മനുഷ്യന് മരണപ്പെട്ടത് ആരോട് പോരാടിയിട്ടാണ്? ഇസ്രായേലിനോട് പോരാടിയിട്ടാണ്. ഒരു കാരണവും ഇല്ലാതെ ഒരു ഭരണാധികാരിയെ കൊന്നു കളഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് സുന്നിയും ഷിയും തർക്കിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴും ഇങ്ങനെയായിരുന്നു പണ്ട് സ്പെയിനിലും ഉണ്ടായിരുന്നത്. സ്പെയിൻ എന്ന രാജ്യം മുസ്ലിങ്ങൾ കീഴടക്കിയിട്ട് ദീർഘകാലം മുസ്ലിങ്ങളുടെ കയ്യിലായിരുന്നു. പിന്നീട് അവരെ പല പ്രശ്നങ്ങളും വന്ന് മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് കൊല്ലണ സമയത്ത് മുസ്ലിം പണ്ഡിതന്മാരെ ചർച്ച നഖം വെട്ടുന്നത് ഇവിടെ നിന്നാണോ സുന്നത്ത് അതോ ഇവിടെ നിന്നാണോ സുന്നത്ത് എന്നായിരുന്നു. ആയുധങ്ങൾ ഉണ്ടാക്കാനോ പോരാടാനോ തയ്യാറാവാതെ സുഖിച്ച് നടന്നിരുന്ന ആളുകൾ ഈ തർക്കത്തിൽ ഇടപെട്ടു. ഫലം എന്താ ഉണ്ടായത്? സ്പെയിനിൽ മുസ്ലിം മതം സംസാരിക്കുന്ന പേരുള്ള അറബി പേരുള്ള മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞു. ചരിത്രത്തിൽ കാണാം, ഒരു മനുഷ്യർ സ്പെയിൻകാരൻ ഓടി വന്നിട്ട് ഒരു മുസ്ലിമിനെ കയ്യിൽ കിട്ടിയപ്പോൾ കുത്താമെന്ന് നോക്കുമ്പോൾ കയ്യിൽ കത്തിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ നിൽക്ക്, ഞാൻ വീട്ടിൽ പോയിട്ട് കത്തിയെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഇയാളെ കൊല്ലാൻ വേണ്ടി കത്തിയെടുക്കാൻ ഓടുന്നത് വരെ ഈ മനുഷ്യൻ പ്രതികരണശേഷി ഇല്ലാത്ത ഈ മനുഷ്യൻ അവിടെ നിന്നു കൊടുത്തു എന്നാണ്. ഇതൊക്കെ ചരിത്രത്തിലുള്ള സംഭവങ്ങളാണ്. അത്രയും നമ്മളിപ്പോഴും ഇവിടെ തല്ലൂടാണ് കേരളത്തിൽ. ആയത്തുല്ലാ ഖുമൈനിയെ നമുക്ക് രക്തസാക്ഷി എന്ന് പറയാൻ പാടില്ല. അങ്ങനെയാണ് ഇതൊന്നും തല്ല് കൂടേണ്ട നേരമല്ലടോ. അടിയിലെ മണ്ണൊലിച്ച് പോവാണ്. നമ്മുടെ നാട്ടിലും കുറേ ആളുകൾ ഇറാൻ അനുകൂലിക്കാത്തത് എന്താണ്? അത് മുസ്ലിങ്ങളായതുകൊണ്ടാണ്. എന്ത് മുസ്ലിംസ് മനുഷ്യരാണോ? ആ 160 കുട്ടികൾ മനുഷ്യരല്ലേ? ആ കുഞ്ഞുങ്ങളെ മാലാഖമാരെ പോലെയുള്ള ആ ഒരു പൂക്കൾ പോലെയുള്ള ആ കുഞ്ഞുങ്ങളെ ചിന്നിച്ചിതറി കിടക്കുന്ന രംഗം കണ്ടിട്ട് ഇനിയും നിങ്ങൾക്ക് ഇസ്രായേലിനെ പിന്തുണക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലൊരു പിശാച് ഒളിച്ചിരിപ്പുണ്ട് എന്നർത്ഥം. പ്രിയപ്പെട്ട പ്രവാസികളെ, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഇറാനെ പിന്തുണച്ചിട്ട് അവിടുന്ന് പോസ്റ്റോ വീഡിയോസോ ഒന്നും ഇടാൻ നിൽക്കണ്ട. പണി പോവും. ആയാതി അവസ്ഥയിലാണ്. കാരണം UAE-യിലും സൗദിയിലൊക്കെ ശക്തമായ മോണിറ്ററിംഗാണ് നടക്കുന്നത്. സൗദി അറേബ്യ പ്രത്യേകം ഒരു വീഡിയോസ് ഒരു കാര്യം നിങ്ങൾ പുറത്തു വിടാൻ പാടില്ല. അൽ ജസീറയിലൊക്കെ വരുന്ന ചില വീഡിയോകളൊക്കെ മലയാള ശബ്ദം കേൾക്കുക. ഇതൊക്കെ മലയാളി അവിടെ നിന്ന് എന്തൊക്കെ പറയുന്നത്, അതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കഥ മാറും. പരമാവധി ആ രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കാം. അമേരിക്ക കോടികൾ ചെലവഴിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവർക്കൊരു ലക്ഷ്യമുള്ളൂ, ഇനി ഇറാൻ എന്ത് ചെയ്യരുത്, പൊന്തരുത്. പക്ഷെ ആ പ്രതീക്ഷിക്കണ പോലെയല്ല അമേരിക്ക പ്രതീക്ഷിച്ച പോലെയല്ല ഇറാൻ ഉണ്ടായിരുന്നത്. അവർ ശക്തമായിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ അവർ ഈ ഒരു റിക്ടർ സ്കെയിലിൽ ഭൂമികുലുക്കം നടന്നത് എനിക്ക് ബലമായ സംശയമുണ്ട്. അത് അണുപരീക്ഷണം നടത്തിയതാണോ? ഇനി വരും ദിവസങ്ങൾ നിങ്ങൾ കണ്ടോ, മാധ്യമങ്ങളിലെ വാർത്ത വരും, ഇത് അണുപരീക്ഷണം നടത്തിയതാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഒരു അണുയുദ്ധം നമ്മൾ ഹിരോഷിമയും നാഗസാക്കി നമുക്ക് അറിയുന്നതല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉള്ള നാടാണ് ഈ പശ്ചിമേഷ്യയിലും ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ. 89-90 ലക്ഷം ഇന്ത്യക്കാർ അവിടെ ഉണ്ട്. അതിൽ 39 ലക്ഷം മലയാളികളാണ്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ കൊല്ലാന്ന് അവർക്കൊരു ഹരമാണ്. ഇവരുടെ ഉള്ളിലുള്ള ചിന്തയും മതക്കിതാബാണ്. പണ്ട് കാലത്ത് ഈ നാടൊക്കെ ഞങ്ങളുടേതായിരുന്നു, അതുകൊണ്ട് ഈ നാട് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്ന ഒരു വർഗം ലോകത്ത് വേറെ എവിടെ ഉള്ളത്? പുരാതന കാലത്ത് ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലുകാർ പലസ്തീൻ കയ്യേറി. ഇനി അടുത്തൊരു ഗ്രേറ്റ് ഇസ്രായേൽ എന്നുള്ള പദ്ധതി ഉണ്ട്. അതായത് ഗൾഫിലുള്ള പല രാജ്യങ്ങളും അറേബ്യയും സൗദി അറേബ്യയും ഒക്കെ അടങ്ങുന്ന ഭാഗങ്ങൾ കീഴടക്കുക. ഇതൊക്കെ അവർ പുറത്തേക്ക് പറയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ കാണാതെ നമ്മളിപ്പോൾ പറയുന്നത് സുന്നിയും ഷിയും തല്ലൂടാണ്, വഹാബിയും സലഫിയും തല്ലൂടാണ്. പതിവ് പോലെ ഞാൻ പറയുന്നു, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇറാന് ഗൾഫ് രാഷ്ട്രങ്ങളെ നന്നായിട്ട് ആക്രമിക്കുന്നുണ്ട്, ഷെല്ലാക്രമണം, ഡ്രോൺ ആക്രമണം ഒക്കെ നടത്തുന്നുണ്ട്. ഇങ്ങനെ ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊപ്പമാണോ ഇറാൻക്കൊപ്പമാണോ നിൽക്കുക? കാരണം ഒരുപാട് നമ്മുടെ പ്രവാസികളായ ആളുകളൊക്കെ മലയാളികളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ താമസിക്കുന്നത് ഗൾഫിൽ താമസിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന ഗൾഫുകാരുണ്ട്. ബഹ്റൈനിലും ഇറാഖിലും കുവൈത്തിലും UAE-യിലും ജോർദാനിലും മറ്റു ഒമാനിലൊക്കെ ഉള്ള, സൗദി അറേബ്യയിലൊക്കെ ഉള്ള മലയാളികൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ. അതായത് നമ്മൾ താമസിക്കുന്ന നാട് നമ്മുടെ നാടായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ താമസിക്കുന്ന
സന്ദർശിക്കുമ്പോൾ നമ്മുടെ നാടായിട്ടാണ് തോന്നുക. ഈ ഇറാൻ എന്നൊരു രാജ്യം ഈ പറയുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ അമേരിക്കയുടെ സൈനിക താവളാണെന്ന് പറഞ്ഞ് ആക്രമിക്കുമ്പോൾ പല ആളുകളും മരണപ്പെടുകയും അവരുടെ ലൈഫൊക്കെ തകരുകയാണ്. ഇങ്ങനെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഇറാനൊപ്പമാണോ? അതിൻ്റെ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.